ഹലോ ഡിയർ സ്റ്റുഡൻസ്, MS അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോർഷൻസിൻ്റെ ഒരു ക്വിക്ക് ഓറിയൻറ്റഡ് വീഡിയോ ആണ്. നമ്മൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ BBA നമ്മൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഓൾറെഡി നമ്മളെ മൊഡ്യൂൾ 1 ബ്രീഫ് ആസ്പെക്ട്സ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോറിലേഷനും റിഗ്രഷനും. ഓക്കെ, സോ നമ്മൾ ഇന്ന് കുറച്ചും കൂടി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലം ഓറിയൻറ്റഡ് വീഡിയോസുകളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഉപകാരപ്രദമാകുന്ന FIUGP ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോ എല്ലാവരും വീഡിയോസ് കാണാൻ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളൊരു ക്വിക്ക് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ കോറിലേഷനെ കുറിച്ചാണ് പറയുന്നത്. അല്ല, കോറിലേഷൻ നമ്മൾ എന്തായിരുന്നു, ടെൻഡൻസി ഓഫ് 2 or more ഗ്രൂപ്പ്സ് ഓർ സീരീസ് ഓഫ് ഐറ്റംസ് ടു വാരി ടുഗദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. രണ്ട് വേരിയബിൾസിന് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്ന ഒന്നാണ് കോറിലേഷൻ അല്ലേ. അവർ ഡയറക്റ്റിലായിട്ട് അല്ലെങ്കിൽ ഇൻവേഴ്സിലായിട്ട് ഒരേ സെയിം ഡയറക്ഷനിലേക്ക് അവിടെ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻസ് നമ്മുടെ ഏറ്റവും ഒരു വലിയ ഷോർട്ട് വീഡിയോയിൽ നമ്മളിതെല്ലാം കറക്റ്റ് പോയിൻ്റ് വൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ കേട്ട് നിങ്ങൾ ആ ഒരു വീഡിയോസ് കാണാൻ ശേഷം വേണം നിങ്ങൾ ഈ ഒരു വീഡിയോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ്, പോസിറ്റീവും നെഗറ്റീവും ലീനിയറും നോൺ ലീനിയറും സിമ്പിളും നമ്മളെല്ലാം പറഞ്ഞതായിരുന്നു. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സെയിം ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിരുന്നു പോസിറ്റീവ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ഇൻക്രീസ് ചെയ്യുക ദെൻ മറ്റേത് ഡിക്രീസ് ചെയ്യുക, അങ്ങനെ ഇൻവേഴ്സ് ആയിട്ട് കാണിക്കുന്നത് നെഗറ്റീവ് കോറിലേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സിമ്പിളും പാർഷ്യലും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. നമുക്കിനി ലീനിയർ കോറിലേഷൻഷിപ്പുകൾ അല്ലേ, അതായത് എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ലീഡ്സ് ടു കോൺസ്റ്റന്റ് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ അതർ വേരിയബിൾസ്. സോ ദാറ്റ് ഈസ് ലീനിയർ കോറിലേഷൻ. ദെൻ നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ്, കർവി ലീനിയർ എന്ന് കൂടി നമ്മൾ നോൺ ലീനിയറിനെ പറയും. കോറിലേഷൻ ഈസ് സെഡ് ടു ബി നോൺ ലീനിയർ വെൻ ദ എമൗണ്ട് ഓഫ് ചേഞ്ച് വൺ വേരിയബിൾസ് ഇസ് നോട്ട് കോൺസ്റ്റന്റ് റേഷ്യോ to the change in other variables. So that is non-linear correlation. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടൈപ്സുകളെല്ലാം തന്നെ എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. നെക്സ്റ്റ് നമുക്ക് മെത്തേഡ് ഫോർ സ്റ്റഡിയിങ് കോറിലേഷന് പഠിക്കാനുള്ള മെത്തേഡ്സുകൾ നമുക്ക് നോക്കാം. കോറിലേഷന് നമുക്കറിയാമല്ലേ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ആയിരുന്നു. നമ്മളപ്പോൾ അത് ഗ്രാഫിക്കലി ആയിട്ടും നോൺ ഗ്രാഫിക്കലി ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, അതിനെ അവിടെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മൾ സ്കാറ്റർ ഡയഗ്രാംസുകളായിട്ടും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഗ്രാഫിക് മെത്തേഡ്സ് വെച്ചിട്ടൊക്കെ നമ്മൾ കോറിലേഷനെ അവിടെ നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ സോ നമുക്ക് ഇതെല്ലാം തന്നെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഏരിയാസ് ആയ കാരണമാണ് നമ്മൾ ഈ ഒരു രീതിയിലൂടെ കടക്കുന്നത്. ഓക്കെ, സോ നമുക്കിനി ഒരു പ്രോബ്ലത്തേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇക്വേഷൻ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് ആൻഡ് സിഗ്മ വൈ. സോ ഇതാണ് നമ്മുടെ ഒരു കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മളിതിനെ ആർ എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസ് ഇതിലുണ്ട്. സോ ഫൈനലി നമ്മുടെ എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ദെൻ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ കോറിലേഷൻ കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ ഒരു ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കണക്ക് കൂടെയുണ്ട്, കാൽക്കുലേറ്റ് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. സോ നമ്മൾ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ എക്സിൻ്റെ വൈയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അല്ലേ, 2 3 4 5 6 7 8 ദെൻ വൈ 4 5 6 12 9. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ കാണാൻ നോക്കാം നമ്മൾ. സോ ഈ ടേബിള്, ഈ ഒരു ഇക്വേഷൻ ആദ്യം വരിക, ടേബിളിൽ വരച്ചു. ഓരോ കോളത്തിൽ നമ്മൾ ഓരോന്ന് പ്ലേസ് ചെയ്യുക.
എക്സ് പ്ലേസ് ചെയ്തു, വൈ പ്ലേസ് ചെയ്തു, ദെൻ എക്സ് വൈ, എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ അങ്ങനെ ഓരോന്നും പ്ലേസ് ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ എക്സ് വൈയും എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷനിൽ ഓൾറെഡി നമ്മളിതെല്ലാം കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് സിഗ്മ എക്സും വൈയും ദെൻ സിഗ്മ വൈൻ്റെയും എക്സിൻ്റെയും സ്ക്വയർ കണ്ടുപിടിച്ചത്. കൂടാതെ നമ്മൾ ഓൾറെഡി സിഗ്മ എക്സ്, അതായത് ഈ എക്സിൻ്റെ ടോട്ടലും വൈൻ്റെ ടോട്ടലും കണ്ടുപിടിക്കണം, എക്സിൻ്റെയും വൈൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കണം, എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലും വൈ സ്ക്വയർ ടോട്ടലും. സോ നമുക്ക് ഈ ഇത്രയും ടോട്ടലുകൾ കിട്ടിയാൽ നമുക്ക് കണക്ക് ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ആ ടോട്ടൽ എല്ലാം തന്നെ ഓൾറെഡി എഴുതി വെച്ചു. ഇനി നമുക്കൊന്നുമില്ല, നമ്മുടെ ഈ ഇക്വേഷനുകളിൽ നമ്മുടെ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. സോ ഇവിടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ അത്യാവശ്യം കാൽക്കുലേഷൻസ് വളരെ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി 7 × 228 ചെയ്തു. അതിൽ നിന്ന് 35 × 45 വാല്യൂ മൈനസ് ചെയ്തു. സോ 21 കിട്ടും നമുക്ക്. ദെൻ നെക്സ്റ്റ് നമുക്ക് റൂട്ട് കിട്ടുക 196ഉം 376ഉം ആണ്. സോ അതിൻ്റെ റൂട്ട് വാല്യൂ നമുക്ക് കണ്ടാൽ ഏകദേശം നമുക്ക് 14ഉം 19 ആ റേഞ്ച് കിട്ടും. സോ രണ്ട് സമയം നമുക്ക് വരുന്നത് നമ്മുടെ 0.017. സോ അതാണ് നമ്മുടെ കോറിലേഷൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ പ്രോബ്ലം 1 വളരെയധികം സിമ്പിളാണ്. ഇനി നമുക്ക് പ്രോബ്ലം 2 ഏകദേശം നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്, ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനത്തെ പ്രോബ്ലംസ് എക്സാം ചോദിച്ചാൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ നിങ്ങൾ ആരും ഈ ഒരു ഏരിയകളൊന്നും സ്കിപ്പ് ചെയ്യാതെ അത് പ്രോപ്പറായിട്ട് അവിടെ ചെയ്തിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇതിൽ കാണിക്കുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക.